ഹായ് ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു എഗ് സാൻഡ്വിച്ചാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ക്യാരറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ ക്യാരറ്റിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളൊരു 2 എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് യോക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. എത്ര നന്നായിട്ട് ഉടയ്ക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഉടയ്ക്കണം. നമുക്ക് എല്ലാം ഈവനായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ഗ്രീൻ യോഗേർട്ടാണ് എടുക്കുന്നത്. അത് ഏകദേശം ഒരു 2½ ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകും വരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് എഗ് വൈറ്റ് മാറ്റി വെച്ചിരുന്നത് നന്നായിട്ട് ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നല്ല ഈവനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഒരുപോലെ വന്നതിന് ശേഷം നമ്മൾ സോസ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചില്ലി ആൻഡ് ഹോട്ട് സോസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് എടുക്കാം. സോസ് എടുത്തിട്ടും അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റാണ്. ക്യാരറ്റും ഇട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ക്യാരറ്റ് നല്ലപോലെ നമ്മൾ ഉണ്ടാക്കിയ സോസിൽ എല്ലായിടത്തും എത്തുന്ന പോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പെപ്പർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള പെപ്പർ പൗഡർ യൂസ് ചെയ്യണം. അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ടാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് സോൾട്ട് മതി. അത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സോൾട്ടും ആഡ് ചെയ്തിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൾട്ടിഗ്രെയിൻ്റെ വീറ്റ് ബ്രെഡാണ്. നമ്മളുടെ ഒരു ഹെൽത്തി സാൻഡ്വിച്ച് ആയതുകൊണ്ട് വൈറ്റ് ബ്രെഡ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ബേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ബ്രെഡിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ടോപ്പിംഗ് കൊണ്ട് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ കവർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബാക്കി വന്ന മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അതും കൂടെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.